യോഗത്തിന്റെ അധ്യക്ഷൻ യൂത്ത് കോൺഗ്രസ് കാലം മുതൽ എറണാകുളത്ത് എപ്പോഴെല്ലാം വരുമോ അപ്പോഴെല്ലാം സംഘടനയ്ക്കും പ്രസ്ഥാനത്തിനും വേണ്ടി ഏറ്റവും ആത്മാർത്ഥമായി പ്രവർത്തിച്ചു വരുന്ന പ്രമുഖ തൊഴിലാളി യൂണിയൻ നേതാവ് കൂടിയായ ഈ സ്മാരക സമിതിയുടെ പ്രസിഡന്റ് ശ്രീ ടി കെ രമേശൻ, ഇവിടെ പ്രാർത്ഥന നടത്തിയ ശ്രീമതി സരിത സനൽ ഇടപ്പള്ളി, ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ, സ്വാഗതം പറഞ്ഞ പി ആർ ജയകൃഷ്ണൻ അഡ്വക്കേറ്റ്, ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത കേരള നിയമസഭയുടെ മുൻ സ്പീക്കർ പ്രിയങ്കരനായ ശ്രീ വി എം സുധീരൻ, അനുസ്മരണ പ്രഭാഷണം നടത്തിയ ഏറ്റവും പ്രിയങ്കരനായ നമ്മുടെ നാട്ടിൽ എല്ലാ വിഷയങ്ങളെ സംബന്ധിച്ചും ആധികാരികമായ അഭിപ്രായങ്ങൾ പറയുകയും പഴയ സംഭവവികാസങ്ങൾ പോലും തെറ്റാതെ ജനങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുകയും ചെയ്യുന്ന പ്രിയപ്പെട്ട ശ്രീ ജയശങ്കർ, പ്രിയങ്കരനായ എന്റെ സുഹൃത്ത് മുൻ മന്ത്രി കെ ബാബു MLA, പ്രിയപ്പെട്ട മുൻ MLA ശ്രീ ജോസഫ് വാഴക്കൻ, പ്രിയമുള്ള ശ്രീ വാമലോചനൻ, പ്രിയപ്പെട്ട ശ്രീ CR ശിവകുമാർ, മറ്റ് സഹപ്രവർത്തകരെ, സുഹൃത്തുക്കൾ, വളരെ സന്തോഷത്തോടുകൂടിയാണ് ഇന്ന് മഹാനായ ഡീവർ PK ഡീവറുടെ നാമധേയത്തിലുള്ള ഡീവർ സ്മാരക സമിതി ഈ അവാർഡ് എനിക്ക് നൽകാനുള്ള തീരുമാനമെടുത്തതിൽ സന്തോഷത്തോടെയാണ് ഞാനത് സ്വീകരിച്ചത്. ശ്രീ ടി കെ രമേശൻ എന്നോട് പറഞ്ഞു, കഴിഞ്ഞ 35 വർഷമായി ഡീവർ സ്മാരക സമിതി ഈ അനുസ്മരണ സമ്മേളനവും അവാർഡ് ദാനവും ഒക്കെ നടത്തി വരാറുണ്ട്. സമൂഹത്തിന്റെ വിവിധ മേഖലകളിൽ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്കാണ് ഈ സമ്മാനങ്ങൾ നൽകി വരാറുള്ളത്. ഏതായാലും ഈ അനുസ്മരണ സമിതി ഇത്തവണത്തെ ഈ അവാർഡ് നൽകാൻ എന്നെ തെരഞ്ഞെടുത്തതിന് സമിതിയോടും ഡീവർ സ്മാരക സമിതിയോടും അതിന്റെ അധ്യക്ഷൻ എന്റെ പ്രിയപ്പെട്ട പ്രമുഖ തൊഴിലാളി നേതാവ് കൂടിയായ ശ്രീ ടി കെ രമേശനോടുമുള്ള നന്ദി ഞാൻ ആദ്യമായി രേഖപ്പെടുത്തുകയാണ്. കേരളത്തിലെ ട്രേഡ് യൂണിയൻ പ്രസ്ഥാനത്തിന്റെ ആചാര്യനും പ്രമുഖ പത്രപ്രവർത്തകനും സഹകാരിയും മാത്രമല്ല, സാംസ്കാരിക രാഷ്ട്രീയ മണ്ഡലങ്ങളിൽ സ്വന്തമായ ഒരിടം കണ്ടെത്തിയ നേതാവാണ് ശ്രീ PK ഡീവർ. ബഹുമാനായ ഉദ്ഘാടകൻ ശ്രീ VM ഇവിടെ വളരെ വിശദമായി തന്നെ അദ്ദേഹത്തിന്റെ നിയമസഭാ പ്രസംഗങ്ങളെ സംബന്ധിച്ചും അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ കൊച്ചിയിൽ നടന്നിട്ടുള്ള വിവിധ സമര പരിപാടികളെ പറ്റിയും എല്ലാം ഇവിടെ ചൂണ്ടിക്കാണിക്കുകയുണ്ട്. അദ്ദേഹം എല്ലാ മേഖലകളിലും കൈവച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. പത്രപ്രവർത്തന രംഗത്ത് ധർമ്മകാഹളത്തിന്റെ പത്രാധിപർ, വീരകേസരി മാസികയുടെ പത്രാധിപർ, അല്ലമീന്റെ പത്രാധിപർ, മാതൃഭൂമിയുടെ നിയമസഭാ ലേഖകനായും, മലയാള മനോരമയുടെ ലേഖകനായും, കേരള രാജ്യത്തിന്റെ ലേഖനായും, ഇന്ത്യ എക്സ്പ്രസിന്റെ ലേഖനായിട്ടുമൊക്കെ പ്രവർത്തിച്ച ഒരു മഹാവ്യക്തിത്വമായിരുന്നു PK ഡീവറുടെ. അദ്ദേഹം 1945 കൊച്ചി നിയമസഭാംഗമായിരുന്നു. കൊച്ചി നിയമസഭയുടെ ഡെപ്യൂട്ടി സ്പീക്കറായിരുന്നു. മന്ത്രിസ്ഥാനം അദ്ദേഹത്തിന് നൽകാമെന്ന് പറഞ്ഞപ്പോൾ അന്ന് പല കാരണങ്ങൾ കൊണ്ട് പനമ്പള്ളി ഗോവിന്ദമേനോനെ C കേശവന്റെ മന്ത്രിസഭയിൽ മന്ത്രിയാക്കാത്തതിൽ പ്രതിഷേധിച്ചന്ന് കൊച്ചിയിലെ MLA-മാർ മാറി നിന്ന സാഹചര്യത്തിൽ മന്ത്രിസഭാ സ്ഥാനം വേണ്ട എന്ന് പറഞ്ഞുകൊണ്ട് സ്വന്തം നിലപാടുകൾ ഉയർത്തിപ്പിടിച്ച വ്യക്തിയായിരുന്നു CP. അധസ്ഥിത പിന്നോക്ക ജനവിഭാഗങ്ങളുടെ മോചനത്തിന് വേണ്ടിയുള്ള ധീരമായ പോരാട്ടങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ അദ്ദേഹത്തിന് ഇവിടെ കഴിഞ്ഞു. അഡ്വക്കേറ്റ് ജയശങ്കർ ചൂണ്ടിക്കാണിച്ച പോലെ പണ്ട് ധീവര സമുദായം എന്നൊരു സമുദായം ഇല്ലായിരുന്നു. പല സമുദായങ്ങളായിരുന്നു. പല പേരുകളിൽ അറിയപ്പെട്ടിരുന്ന ഈ സമുദായത്തെ ഒരു ധീവര സമുദായം എന്ന ഗവൺമെന്റ് അംഗീകരിച്ചത് നോട്ടിഫിക്കേഷൻ ഇറക്കിയ ശ്രീ AK ആന്റണി മുഖ്യമന്ത്രിയായിരുന്ന കാലത്താണ് അവർ ഗവൺമെന്റ് അംഗീകരിച്ചത്.
ശ്രീ കെ കരുണാകരന്റെ കാലത്താണ് ധീവര സമുദായത്തിന് OECയിൽ അതർ എഡ്യൂക്കേഷണലി ബാക്ക്വേർഡ് കമ്മ്യൂണിറ്റി എന്നുള്ള അംഗീകാരം കൊടുത്തു. 1% അവർക്കന്ന് സംവരണം ഏർപ്പെടുത്തിയത് അങ്ങനെയാണ്. ഉമ്മൻചാണ്ടി ഗവൺമെന്റ് കാലത്താണ് പണ്ഡിറ്റ് കറുപ്പൻ മെമ്മോറിയൽ കെട്ടിടം അല്ലേ നമ്മള് സ്മാരകം സ്ഥലം അനുവദിച്ചു. ആദ്യം അതിന് 1 കോടി രൂപ അനുവദിച്ചു. പിന്നെയും ദിനകരൻ വരികയാണ്, വീണ്ടും പൈസ വേണോ, 50 ലക്ഷം വേണമെന്ന് പറഞ്ഞു. അതുകൊണ്ടും തീർന്നില്ല, പിന്നെയും 50 ലക്ഷം കൊടുത്തു. ഗവൺമെന്റ് ഉദാരമായി അന്ന് ഉമ്മൻചാണ്ടി ഗവൺമെന്റ് പണ്ഡിറ്റ് കറുപ്പൻ സ്മാരക സമിതിക്ക് അനുയോജ്യമായ കെട്ടിടം, അത് ഏറ്റവും കണ്ണായ സ്ഥലത്താണ് നമ്മൾ ഗോശ്രീ പാലത്തിലോട്ട് കയറുന്നതിന്റെ വലത് ഭാഗം അതിമനോഹരമായ കെട്ടിടം അവർ നിർമ്മിക്കുകയുണ്ടായി. അപ്പൊ 1945 കൊച്ചി നിയമസഭയിൽ അംഗമായിരുന്നു കൊണ്ട് പ്രിയങ്കരനായ ശ്രീ VF സുധീരനിലൂടെ വായിച്ച ഈ പ്രസംഗങ്ങൾ എത്ര വിപ്ലവകരമായ പ്രസംഗങ്ങളാണ് അദ്ദേഹം നടത്തിയത്. അധികാരവർഗത്തിന്റെ മുഖത്ത് നോക്കി പിന്നോക്ക ജനവിഭാഗങ്ങളുടെ, പാവപ്പെട്ടവരുടെ, അധ്വാനിക്കുന്നവരുടെ, തൊഴിലാളികളുടെ ശബ്ദം ഉയർത്തിപ്പിടിക്കുവാൻ CPK ഡീവർക്ക് കഴിഞ്ഞു എന്നുള്ളതാണ് അദ്ദേഹത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത. പലർക്കും അറിയാൻ പാടില്ലാത്തൊരു നല്ലൊരു പരിഭാഷകനായിരുന്നു. ഇംഗ്ലീഷ് പ്രസംഗങ്ങൾ നന്നായി പരിഭാഷപ്പെടുത്തി. ആ കാലഘട്ടങ്ങളിൽ അധികാരികൾക്ക് ഇംഗ്ലീഷേ അറിയാത്തുള്ളൂ. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടുന്നതിന് മുമ്പാണ്. അത് അവരുടെ പ്രസംഗങ്ങൾ പരിഭാഷപ്പെടുത്തുന്നത് അദ്ദേഹത്തിന്റെ ഒരു പ്രത്യേകത തന്നെയായിരുന്നു. അതുമാത്രമല്ല, സ്വാതന്ത്ര്യ സമരത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മുഹൂർത്തങ്ങളായ ഉപ്പ് സത്യാഗ്രഹം പോലെയുള്ള സത്യാഗ്രഹ സമരത്തിലൊക്കെ പങ്കെടുത്ത് പണ്ഡിറ്റ് കറുപ്പനോടൊപ്പം നവോത്ഥാന സംരംഭങ്ങളിൽ പങ്കെടുത്തുകൊണ്ട് അദ്ദേഹം നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല. അദ്ദേഹത്തിന്റെ ചേർത്തലയിൽ വെച്ച് നടന്ന ഏറ്റവും അത് ഇന്റർമീഡിയറ്റിന് പഠിക്കുമ്പോൾ നടത്തിയ ഒരു പ്രസംഗമാണ്. SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയായ TK മാധവൻ വേദിയിലിരിക്കുന്ന ആ വേദിയിൽ അദ്ദേഹത്തിന്റെ കന്നി പ്രസംഗം നടക്കുക. ആ കന്നി പ്രസംഗത്തിൽ വെച്ചാണ് TK മാധവൻ അദ്ദേഹത്തെ കണ്ടെത്തുന്നത്. അദ്ദേഹത്തിന്റെ അതുല്യമായ പ്രസംഗത്തെപ്പറ്റി TK മാധവൻ പറഞ്ഞത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമായി ഞാൻ കണക്കാക്കാൻ ആഗ്രഹിക്കുന്നു. വാഗ്ധോരണി കൊണ്ട് അദ്ദേഹം എല്ലാവരെയും രോമാഞ്ചമണിയിച്ചു എന്നാണ് TK മാധവൻ അന്ന് പറഞ്ഞത്. അപ്പൊ പൊതുരംഗത്ത് ആദർശശുദ്ധിയോടുകൂടി പ്രവർത്തിക്കുവാൻ, പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കാൻ, ട്രേഡ് യൂണിയൻ രംഗത്ത്, അന്ന് ഇന്നത്തെ പോലെ ട്രേഡ് യൂണിയൻ കാലഘട്ടമല്ല, അന്നൊന്നും ട്രേഡ് യൂണിയനുകളെ ആരും മൈൻഡ് ചെയ്യാത്തൊരു കാലത്ത്, അംഗീകരിക്കാത്തൊരു കാലത്ത് തൊഴിലാളികളെ സംഘടിപ്പിച്ചുകൊണ്ട് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നടത്തിയ പോരാട്ടങ്ങൾ ചെറുതല്ല. പനമ്പള്ളി ഗോവിന്ദ മേനോനെ മത്സരിക്കാൻ ഒരു സീറ്റ് എറണാകുളം ടൗണിൽ കൊടുത്ത് പനമ്പള്ളി ഗോവിന്ദനെ വിജയിപ്പിക്കാൻ, വരത്തനാണെന്ന് പറഞ്ഞ് പ്രചരണം നടത്തിയിട്ടും അദ്ദേഹത്തെ വിജയിപ്പിക്കാൻ മുന്നിൽ തന്നെ പ്രവർത്തിക്കുകയും 7 വോട്ടിനാണെന്ന് പനമ്പള്ളി ജയിക്കും. 7 വോട്ടിനാണ് പനമ്പള്ളി കൊച്ചി നഗരത്തിൽ നിന്ന് ജയിച്ച് കൊച്ചി നിയമസഭയിലേക്ക് പോകും. അതിന്റെ മുന്നണി പോരാളിയായി നിന്ന് പ്രവർത്തിക്കുവാൻ CPK ഡീവർക്ക് സാധിച്ചു എന്നുള്ളതും ചരിത്രത്തിന്റെ ഭാഗമായ ഒരു കാര്യമാണ്. ഇവിടെ സൂചിപ്പിച്ച പോലെ നിയമസഭ എന്ന് പറയുന്നത് നമ്മുടെ ജനങ്ങളുടെ പ്രശ്നങ്ങൾ അവതരിപ്പിക്കാനുള്ള വേദിയാണ്. ആ അസംബ്ലിയിലും പാർലമെന്റിലും ഒക്കെ പ്രസംഗിക്കും. പ്രത്യേകിച്ച് പാർലമെന്റിൽ നമ്മളൊരു പ്രസംഗം നടത്തിയാൽ ലോകം മുഴുവൻ എത്തും. പ്രത്യേകിച്ച് ഈ പാർലമെന്റിൽ നമ്മൾ ഓരോ വിഷയങ്ങൾ എടുക്കുമ്പോൾ അത് ലോകം മുഴുവൻ എത്തും. നിയമസഭയിൽ പ്രസംഗം നടത്തിയാൽ അത് കേരളം മുഴുവൻ എത്തും. അപ്പൊ ജനങ്ങൾക്ക് വേണ്ടി നടത്തുന്ന പോരാട്ടങ്ങളുടെ വേദി തന്നെയാണ് നിയമസഭ എന്ന് പറയുന്നത്. പുറത്തുള്ള രാഷ്ട്രീയവും പുറത്തുള്ള ചർച്ചകളും ഏറ്റവും കൂടുതൽ പ്രതിഫലിക്കുന്നത് നിയമസഭകളിലാണ് എന്ന കാര്യത്തിൽ സംശയമില്ല, പാർലമെന്റിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ദൗർഭാഗ്യവശാൽ ഇന്ന് നിയമസഭകളും പാർലമെന്റുകളും വെറും നോക്കുകുത്തികളായി മാറുന്നു എന്നുള്ളതാണ് സത്യം. ഞങ്ങളൊക്കെ CVM സുധീരനോട് പറഞ്ഞു, എന്നേക്കാൾ മുമ്പ് പാർലമെന്റിൽ പോയ ആളാണ്. പണ്ടൊക്കെ പാർലമെന്റ് തുടങ്ങിയാൽ പ്രധാനമന്ത്രി അവിടെ വന്നിരിക്കും. വലിയ എനിക്ക് ഓർമ്മയുണ്ട്, 99 വയസ്സുള്ള കമലാവതി ത്രിപാഠി രാവിലെ വന്നാൽ വൈകിട്ടേ പോകും. വാജ്പേയി പാർലമെന്റിൽ വന്നാൽ അദ്ദേഹം പാർലമെന്റ് സമ്മേളനം കഴിയുന്നവരെ അവിടെ ഇരിക്കും. ജ്യോതിർമയി ബാസു
ഭൂപേഷ് ഗുപ്ത, ഇവരൊക്കെ നമ്മളൊക്കെ അത്ഭുതത്തോടെ കണ്ടിട്ടുള്ള നേതാക്കന്മാരാണ്. അവരൊക്കെ പാർലമെന്റ് ഇരിക്കുമ്പോൾ നമ്മളൊക്കെ അവിടെ ഇരിക്കും, നമ്മളെ കൊച്ചു കുട്ടികളാണ് പുറകിരിക്കുന്നത്. അവരെല്ലാം അവിടെ തന്നെ ഇരിക്കും, എങ്ങും പോവില്ല. ഇന്ന് പ്രധാനമന്ത്രി ആന്റി ചേംബറിൽ ഇരുന്നാൽ പോലും പാർലമെന്റ് വന്നിരിക്കില്ല. പാർലമെന്റ് സമ്മേളനം കൂടണമെന്നുള്ള കാര്യത്തിൽ നിർബന്ധമില്ല. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും അതുപോലെയുള്ള വലിയ വലിയ നേതാക്കന്മാർ പാർലമെന്റ് സമ്മേളനം നടക്കുന്ന ആ സമയത്ത് വിദേശയാത്രയ്ക്ക് പോകില്ല, മറ്റു പരിപാടികൾക്ക് പോകില്ല. അതൊക്കെ റെസ്പെക്ട് ടു ദ ഇൻസ്റ്റിറ്റ്യൂഷനാണ്. ഭരണഘടനാ നിർമ്മിതമായ സംവിധാനങ്ങളാണ് ഇതെല്ലാം. ഇതെല്ലാം ഭരണഘടന നിർമ്മിച്ചിട്ടുള്ളതാണ്. ദീസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ആർ ദ പ്രോഡക്ട്സ് ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ. ഭരണഘടനയുടെ നിർമ്മിതിയാണ് ഈ സ്ഥാപനങ്ങളെല്ലാം. ജനാധിപത്യത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ഇതെല്ലാം. അപ്പൊ അവിടെ ശ്രീ പി കെ ഡീവറുടെ പ്രസംഗം പറയാം. അവിടെ പ്രസംഗം എന്താണ്? പാവപ്പെട്ട ജനങ്ങൾക്ക് വേണ്ടി, അധ്വാനിക്കുന്ന ജനങ്ങൾക്ക് വേണ്ടി അവരുടെ അവശതകൾ പറയാനും അത് സർക്കാരിനെ കൊണ്ട് സമ്മർദ്ദം ചെലുത്തി നേടിയെടുക്കാനുമുള്ള ഒരു നിയമസഭാ സാമാജികന്റെ ഉത്തരവാദിത്വം അദ്ദേഹം നിറവേറ്റി എന്നുള്ളത് ഒരു സത്യമാണ്. അത് മാത്രമല്ല, പോരാടുന്ന ഒരു നിയമസഭാ സാമാജികനായി, ഒരു പൊതുപ്രവർത്തകനായി അദ്ദേഹത്തെ നമുക്ക് ഓരോ രംഗത്തും കാണാൻ സാധിക്കുന്നു എന്നുള്ളതാണ് സി പി കെ ഡീവറുടെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവചരിത്രം പരിശോധിച്ചാൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് കണക്കാക്കാൻ സാധിക്കുന്നത്. അതുമാത്രമല്ല, ഇന്നിവിടെ ചൂണ്ടിക്കാണിച്ച പോലെ ശ്രീ പണ്ഡിറ്റ് കറുപ്പൻ അദ്ദേഹം നടത്തിയ സാമൂഹ്യ പരിഷ്കരണ നടപടികൾ, നവോത്ഥാന പ്രവർത്തനങ്ങൾ, ഈ അവധി കൊടുക്കുന്നതിനൊരു പ്രശ്നമുണ്ട്. അത് നമ്മൾ ഗവൺമെന്റ് ഇരിക്കുമ്പോഴേ അറിയത്തുള്ളൂ. ഇതിന് RBIയുടെ അനുവാദം വേണം. RBI നമ്മൾ എത്ര ആവശ്യപ്പെട്ടാലും അനുവാദം തരത്തില്ല. ഫുൾ ഫ്ലെഡ്ജായിട്ടുള്ള അവധി, കാരണം ഈ ബാങ്കിനൊക്കെ അവധി കൊടുക്കേണ്ടി വരും. അവരോരോ അത് ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. കാരണം ധനകാര്യ സ്ഥാപനങ്ങൾ തുടങ്ങിയിട്ടുള്ള ഒത്തിരി ഇൻസ്റ്റിറ്റ്യൂഷൻസൊക്കെ അവധി കൊടുക്കേണ്ടി വരും. അപ്പൊ അവധി കൊടുക്കുന്നത് RBIയുടെ അനുവാദമില്ലാതെ നമുക്ക് അവധി കൊടുക്കാൻ പറ്റില്ല. പലരും ആവശ്യപ്പെടുന്നത് നമുക്ക് അവധി വേണം. പക്ഷേ RBIയുടെ ആ നിയന്ത്രണം ഉള്ളത് കൊണ്ടാണ് പലപ്പോഴും അവധി കൊടുക്കാത്തത്. പിന്നെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ വേണമെങ്കിൽ നമുക്ക് അത് ഇഷ്ടമുള്ളവർക്ക് എടുത്താൽ മതി. റെസ്ട്രിക്റ്റഡ് ഹോളിഡേ കൊടുക്കുക, ആർക്ക് അവകാശമുണ്ടോ അവർക്ക് വേണമെങ്കിൽ എടുക്കാം. കാരണം ഈ അവധി കൂടി വന്നിപ്പോൾ അവധിയാണ് ഏറ്റവും കൂടുതൽ, പ്രവർത്തന ദിവസമില്ലാത്തത്. അതാണ് സ്ഥിതി. അപ്പൊ അങ്ങനെ ഒരു പ്രശ്നം നമുക്കുണ്ട്. അതാണ് ശ്രീ ജയശങ്കർ ഇവിടെ ചൂണ്ടിക്കാണിച്ച് എന്റെ മനസ്സിൽ ഓർത്തത്. പക്ഷെ റെസ്ട്രിക്റ്റഡ് ഹോളിഡേ കൊടുത്താൽ ആവശ്യമുള്ളവരെടുത്താൽ മതി. അത് വേണമെങ്കിൽ അത് ആലോചിക്കാവുന്ന പുതിയ ഗവൺമെന്റ് വരുമ്പോൾ നമുക്കത് തീർച്ചയായിട്ടും ഗവൺമെന്റിന് പരിഗണിക്കാൻ കഴിയുന്ന ഒരു കാര്യമാണ് എന്നാണ് എന്റെ വിശ്വാസം. ഏതായാലും പി കെ ഡീവറെ പോലുള്ള ഒരു വ്യക്തിയെ ഇവിടെ പലപ്പോഴും തമാശയായിട്ട് പലരും പറയും, മക്കളുണ്ടെങ്കിൽ മാത്രമേ അച്ഛനെ പറ്റി അനുസ്മരിക്കാറുള്ളൂ. ഇപ്പോഴത്തെ കാലം അതാണ്. ഇവിടെ പറഞ്ഞ മഹാന്മാർ KC അബ്രഹാം മാസ്റ്റർ, പനമ്പള്ളി ഗോവിന്ദമേനോന്റെ പോലും സ്മാരകം ആരും ഇവിടെ ഇപ്പം അനുസ്മരണം നടത്തും. നമ്മളത് കണ്ടിട്ടില്ല. പണ്ട് PC ചാക്കോ നടത്തുവാൻ ഇടയ്ക്ക് ചാലക്കുടി. അപ്പൊ ഈ മക്കളുടെ രാഷ്ട്രീയത്തിലൊക്കെ ഉണ്ടെങ്കിൽ മക്കളെ സാംസ്കാരിക സമിതിയൊക്കെ ഉണ്ടാക്കി അപ്പന്മാരുടെ അനുസ്മരണമൊക്കെ നടത്തുന്നത് നല്ല കാര്യം. അതൊക്കെ നടക്കുന്നു. അപ്പൊ അതിനൊരു അപവാദമാണ് ഈ പി കെ ഡീവറുടെ ഐതിഹാസിക PK രമേശിനെ മുക്തകണ്ഠം അഭിനന്ദിക്കാൻ ഞാൻ ശ്രമിക്കുന്നത്. നിങ്ങളൊക്കെ ആലോചിച്ച് നോക്കിയാൽ മതി, കേരളം മുഴുവൻ എടുത്ത് നോക്കിയാൽ മതി. അപ്പൊ ഏതായാലും പി കെ ഡീവർ എന്ന് പറയുന്ന ഈ മഹാവ്യക്തിത്വം 35 വർഷമായി അദ്ദേഹത്തിന്റെ അനുസ്മരണ സമ്മേളനം നടക്കുന്നു. അപ്പൊ അദ്ദേഹത്തെ പോലൊരു മഹാനായ വ്യക്തിയുടെ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും കരുത്ത് നൽകും എന്ന കാര്യത്തിൽ സംശയമില്ല. ഇങ്ങനെയുള്ള വ്യക്തികളെ നമ്മൾ അനുമോദിക്കുകയും അവരെ ആദരിക്കുകയും ചെയ്യുന്നത് വഴി അവരെ പറ്റിയുള്ള ഓർമ്മകൾ മാത്രമല്ല, വരും തലമുറകൾക്ക് ഇത്തരം പ്രവർത്തനങ്ങളിൽ ആകൃഷ്ടരാകാനും മുന്നിൽ നിൽക്കാനുമുള്ള പ്രചോദനം കൂടി ലഭിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശ്രീ VM സുധീരനോട് പറഞ്ഞു, നിയമസഭയിൽ ഞാൻ ആദ്യമായി നിയമസഭയിൽ വരുമ്പോൾ അദ്ദേഹം വന്ന് സ്പീക്കറല്ലായിരുന്നു, അദ്ദേഹം നിയമസഭ അംഗമായിരുന്നു. അത് കഴിഞ്ഞ് അദ്ദേഹം സ്പീക്കറായപ്പോൾ ഞാൻ അതിനുശേഷം മന്ത്രിയായി. ഒരു കാര്യം ഞാൻ പറയാം, ഏറ്റവും നിയമസഭാ സ്പീക്കർ എന്ന നിലയിൽ ആ ചുമതലകൾ ഭരണഘടനാപരമായി മാത്രമല്ല നിയമസഭാ ചട്ടങ്ങളും നടപടിക്രമങ്ങൾക്കും അടുവിട വ്യതിചലിക്കാത്തൊരു സ്പീക്കറായിരുന്നു ശ്രീ VM സുധീരൻ എന്ന് പറയാൻ.
അദ്ദേഹം ചേർന്നേ പറയുള്ളൂ, ചേർന്നേ പറയുള്ളൂ, ചേർന്ന് താല്പര്യമില്ല, ചേർന്ന് താല്പര്യം, അങ്ങനെയാണെന്ന് പറയുന്നത്. അപ്പൊ ഇപ്പൊ ഇംഗ്ലണ്ടിലൊക്കെ ബ്രിട്ടീഷ് സംവിധാനത്തിൽ സ്പീക്കറായി തെരഞ്ഞെടുക്കപ്പെട്ട ആള് അടുത്ത ഇലക്ഷൻ മത്സരിക്കുകയാണെങ്കിൽ അൺഅപ്പോസ്ഡാണ്. ആരും അദ്ദേഹം സ്പീക്കർക്കെതിരായി നിൽക്കത്തില്ല. കാരണം സ്പീക്കർ നിഷ്പക്ഷനാണ്. അത് എതിർ കക്ഷിക്കാർ പോലും അദ്ദേഹത്തിനെതിരെ സ്പീക്കർക്കെതിരെ നോമിനേഷൻ കൊടുക്കില്ല, മത്സരിക്കില്ല. കാരണം അതിന്റെ അർത്ഥം എന്താണ്? സ്പീക്കർ നിഷ്പക്ഷനായിരിക്കും. സ്പീക്കർ ഭരണഘടനയുടെ സ്പിരിറ്റിനനുസരിച്ച് സഭയുടെ അന്തസ്സിന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് പ്രവർത്തിക്കുന്ന വ്യക്തിയായ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പ്രവർത്തിക്കുന്നത്. ഇന്ന് സ്പീക്കർമാർ പാർട്ടി യോഗങ്ങളിൽ വരെ പങ്കെടുക്കുന്ന കാലമാണ്, പാർട്ടി യോഗങ്ങളിൽ വരെ പോകുന്നുണ്ട്. അതൊക്കെ സ്പീക്കർ പദവിയുടെ അന്തസ്സിന് നിരക്കുന്ന ഒന്നല്ല. അതാണ് ഞാൻ പറഞ്ഞത്. വി.എം. സുധീരൻ ആ കാര്യത്തിൽ 100% ആ ഔന്നത്യം നിലനിർത്തിയ ഒരു സ്പീക്കറായിട്ട് അദ്ദേഹത്തെ ചരിത്രം രേഖപ്പെടുത്തും എന്ന കാര്യത്തിൽ സംശയം. ഏതായാലും അദ്ദേഹം ഇവിടെ വന്ന് ഈ അവാർഡ് എനിക്ക് നൽകിയതിന് സന്തോഷമുണ്ട്. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. 8ാം ക്ലാസ്സിൽ ഞാൻ പഠിക്കുമ്പോഴാണ് ഞാൻ KSUവിന്റെ ചെന്നിത്തല മഹാത്മാ ഹൈസ്കൂളിലെ യൂണിറ്റ് സെക്രട്ടറി ആയത്. അന്ന് ഞങ്ങളൊരു ബസ് പിരിവെടുത്ത് JMS എന്ന് പറയുന്ന ഒരു ബസ്, JMS പറയുന്ന ഒരു ബസ് എടുത്ത് ഞങ്ങൾ അവിടെ പോയി. ഞങ്ങൾ തിരിച്ചു വന്ന വഴിക്ക് അടിച്ചു. റൗണ്ട് കഴിഞ്ഞ് തിരിച്ച് ഇങ്ങോട്ട് വന്ന സമയത്ത് ഞങ്ങളെ കല്ലെറിഞ്ഞ് ഞങ്ങളുടെ കൂടെ വന്ന് രണ്ടുപേരുടെ തല പൊട്ടി. ഞങ്ങൾ പിന്നെ തൃശ്ശൂർ, അന്ന് മെഡിക്കൽ കോളേജൊന്നുമില്ല, എല്ലാ ആശുപത്രിയിൽ കൊണ്ടുപോയി മരുന്നൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ തിരിച്ചു വന്നത്. അതാണ് എൻ്റെ ആദ്യത്തെ തൃശ്ശൂർ യാത്ര. അതാണ് ബസ്സിൽ പോയ ആദ്യത്തെ യാത്ര. സ്കൂളിൽ പഠിക്കുകയല്ലേ, 8ാം ക്ലാസ്സിൽ. അപ്പൊ അന്നാണ്, അത് കഴിഞ്ഞിട്ടാണ് പിന്നെ KSUവിന്റെ ജില്ലാ ട്രഷററാകുന്നു. അത് അദ്ദേഹം പ്രസിഡന്റായിരുന്ന കാലത്ത് തന്നെയാണ്. കാരണം അന്ന് സ്കൂളിൽ നിന്ന് ഒരു പ്രതിനിധിയെ KSUവിന്റെ ജില്ലാ കമ്മിറ്റിയിൽ എടുക്കണമെന്നൊരു തീരുമാനം വന്നു. അങ്ങനെയാണ് അന്ന് 10ാം ക്ലാസ്സിൽ പഠിക്കുന്ന എന്നെ ട്രഷറർ. അപ്പൊ ഞാൻ ധരിച്ച് ഈ ട്രഷറർ എന്ന് വെച്ചാൽ ഫണ്ടല്ലേ എന്റെ തരുമെന്നാണ് വിചാരിച്ചത്. ഞാൻ നോക്കുമ്പോൾ ആരും ഫണ്ട് എന്റെ തരുന്നുമില്ല, ഒരു റിക്കാർഡും തരുന്നില്ല. ട്രഷറർക്ക് ഒരു ജോലിയില്ല. ഞാൻ സുധീറിന് ഒരു കത്തയച്ചു, അദ്ദേഹം ഓർത്തെന്ന് പറയും, ഈ ട്രഷറിനുള്ള എന്നെ പ്രവർത്തിക്കാൻ സമ്മതിക്കുന്നില്ല, അക്കൗണ്ട് തരുന്നില്ല എന്നൊക്കെ പറഞ്ഞു. കോഴഞ്ചേരി സമ്മേളനത്തിൽ വെച്ച് അന്നാണ് ഞാൻ ആദ്യം ഒരു സ്റ്റേറ്റ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത്. കോഴഞ്ചേരിയിൽ നടന്ന KSUവിന്റെ സ്റ്റേറ്റ് ക്യാമ്പിൽ വെച്ച് അന്ന് ചിറ്റാർ രായനാണ് ക്യാമ്പിന്റെ സംഘാടകൻ. ഞാൻ കൊടുത്ത കത്തിനെ പറ്റി ഓർത്തത്, അന്ന് പോസ്റ്റ് കാർഡ് നമ്മൾ എഴുതുന്നത്. പക്ഷെ അതിനെ വിളിച്ച് പറഞ്ഞു, ട്രഷറെന്നൊക്കെ പറഞ്ഞ ആലങ്കാരികമായ പദവിയാണ്, ഇതിലൊക്കെ ഫണ്ടൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ആശ്വസിപ്പിച്ചത് ഞാൻ ഓർക്കുകയാണ്. ഞാൻ പറഞ്ഞതൊക്കെ ഒരു നീണ്ട ചരിത്രമാണ്. നമ്മുടെയൊക്കെ ജീവിതത്തിന്റെ ഓരോ ഘട്ടങ്ങളിൽ നമ്മൾ ഒരു ദിവസം നമ്മൾ സുപ്രഭാതത്തിൽ പൊട്ടി വീണതൊന്നും അല്ല. നമ്മളൊക്കെ ഒത്തിരി പ്രയാസങ്ങളിലൂടെയും ബുദ്ധിമുട്ടുകളിലൊക്കെ വളർന്ന് വന്ന നേതൃനിരകളാണ് ഇന്ന് കേരളത്തിലെ കോൺഗ്രസിന്റെ എല്ലാ പഴയ തലമുറ എന്ന് പറയുന്നതെല്ലാം. ഓരോ ഘട്ടത്തിലും രാഷ്ട്രീയ രംഗത്ത് ഇന്നിപ്പോ സോഷ്യൽ മീഡിയയിലൂടെ എഴുതിയ നേതാവാകാം. അന്ന് കഷ്ടപ്പെട്ട് നടന്നും മണിക്കൂറുകൾ നടന്ന് സ്കൂളുകളിൽ പോയി KSU ഉണ്ടാക്കുകയും സൈക്കിളിൽ പോയി KSU ഉണ്ടാക്കുകയും, ഞങ്ങളൊക്കെ സൈക്കിളിൽ പോയിട്ടാണ് KSU യൂണിറ്റുകൾ ഉണ്ടാക്കുന്നത്. ഞാൻ ആദ്യമായിട്ട് അജയത്രയിൽ പോയോ, അജയത്രയിലെ കാണുന്നത് കാർത്തികേയൻ പ്രസിഡന്റായിരിക്കുന്ന വർക്കല മത്സരിക്കുമ്പോൾ അദ്ദേഹം പറവൂർ താലൂക്ക് പ്രസിഡന്റായിട്ട് അവിടെ വരികയാണ്. അപ്പം ഈ പാർട്ടിക്ക് വേണ്ടി ത്യാഗം ചെയ്ത ഒത്തിരി നേതാക്കന്മാരുടെ കൂട്ടായ പരിശ്രമമാണ് ഈ പാർട്ടി എന്ന് പറയുന്നത്. പാർട്ടി എന്ന് പറയുന്നത്, ഈ പ്രസ്ഥാനം എന്ന് പറയുന്നതിന്റെ പിന്നിൽ ഒരു പഞ്ചായത്ത് മെമ്പർ പോലും ആകാതെ പാർട്ടിക്ക് വേണ്ടി നിരന്തരം കഷ്ടപ്പെടുന്ന ലക്ഷക്കണക്കിന് പ്രവർത്തകന്മാരുടെ അധ്വാനത്തിന്റെ ആകെ തുകയാണ്. അതുകൊണ്ട് നമ്മുടെ വാക്കുകളിലും നമ്മുടെ പ്രവൃത്തികളിലും എല്ലാം നമ്മളൊരു വാക്ക് പറയുമ്പോൾ തന്നെ ചായക്കടയിൽ ചായ കുടിച്ചുകൊണ്ടിരുന്ന് നമ്മുടെ പാർട്ടിയെ ഡിഫെൻഡ് ചെയ്യുന്ന ഒരു പ്രവർത്തകന്റെ മാനസിക വികാരം എന്തായിരിക്കുമെന്ന ചിന്ത നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിലുണ്ടാകും. ഞാൻ എപ്പോഴും അത് കാത്തു സൂക്ഷിക്കുന്ന ഒരാളാണ്, ശ്രമിക്കുന്ന ഒരാളാണ്. പാർട്ടിക്കെതിരായ ഒരു അക്ഷരം പോലും പറയാതിരിക്കാൻ നിർബന്ധമായി ശ്രദ്ധിക്കുന്ന ഒരാളാണ്. സ്ഥാനങ്ങൾ വരും പോവുകയൊക്കെ ചെയ്യും, പക്ഷേ നമുക്ക് വലുത് നമ്മൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനം തന്നെയാണ്. അതിലാണ് ഡീവർ അദ്ദേഹത്തെ ജീവചരിത്രം മുഴുവൻ പരിശോധിച്ചാൽ പാർട്ടിയാണ് വലുതെന്നും പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രവർത്തനമാണ് വലുതെന്നും വിശ്വസിച്ച ഒരു മഹാവ്യക്തിയുടെ നാമധേയത്തിലുള്ള അവാർഡ് വാങ്ങുമ്പോൾ വിശ്വസിക്കുന്ന പ്രസ്ഥാനത്തെ ഒരിക്കലും ദോഷപ്പെടുത്താതിരിക്കാനുള്ള പ്രത്യേക ശ്രദ്ധ നമ്മൾ ഓരോരുത്തരും കാണിക്കണമെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. ഈ അനുസ്മരണ സമ്മേളനത്തിൽ എത്തിച്ചേരാനും
ഈ അവാർഡ് നൽകാനും തീരുമാനിച്ച അനുസ്മരണ സമിതിയെയും എന്റെ പ്രിയപ്പെട്ട സുഹൃത്ത് ശ്രീ ടി കെ രമേശിനെയും ഇത് നൽകാൻ വേണ്ടി മാത്രം തിരുവനന്തപുരത്തിനോട് എത്തിച്ചേർന്ന പ്രിയങ്കരനായ മുൻ നിയമസഭാ സ്പീക്കർ ശ്രീ വി എം സുധീരനോടും ജയശങ്കർ രാഷ്ട്രീയമൊന്നുമില്ലാത്ത ആളെ എല്ലാവരെയും വിമർശിക്കും, എല്ലാവരെയും അവിടെ തെറ്റ് കണ്ടാലും വിമർശിക്കുന്ന ഒരാളാണ്. അതാണ് അദ്ദേഹത്തിന്റെ സ്വഭാവം, അതാണ് അദ്ദേഹത്തിന്റെ പ്രത്യേകത. അതുകൊണ്ടാണ് അദ്ദേഹത്തെ ജനങ്ങൾ ഇഷ്ടപ്പെടുന്നത്. ആരെയും പക്ഷം പിടിക്കാതെ അഭിപ്രായം പറയുന്ന ഒരാളാണ്. ഈ അടുത്ത സമയത്ത് പറഞ്ഞൊരു അഭിപ്രായത്തോടെ എനിക്ക് എതിർപ്പുണ്ടെങ്കിലും ഒരാളാണ് അദ്ദേഹം. ഇവിടെ എത്തിച്ചേർന്നു ശ്രീ കെ ബാബു, തീർച്ചയായും ഞങ്ങളൊക്കെ ഒരുമിച്ച് പ്രവർത്തിച്ചിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം. കെ എസ് യുവിലൂടെ വളർന്നു വന്ന നേതാവാണ്. തൃപ്പൂണിത്തുറയിൽ ഇദ്ദേഹം ഇത്തവണ മത്സരിച്ചില്ലെങ്കിലും സ്ഥാനാർത്ഥിയേക്കാൾ കൂടുതൽ പ്രവർത്തിച്ചത് അദ്ദേഹമായിരുന്നു. അത്രമാത്രം ആത്മാർത്ഥമായി പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ചു. ശ്രീ കെ ബാബുവിനോടും എന്റെ ആത്മസുഹൃത്തും സഹപ്രവർത്തകനും മുൻ MLA-യും KPCCയുടെ രാഷ്ട്രീയകാര്യ സമിതി അംഗവുമായ ശ്രീ ജോസഫ് വാഴയ്ക്കനടക്കം പ്രമുഖരായ എല്ലാ നേതാക്കളും, അതുപോലെ തന്നെ ശ്രീ PK ജീവസായി അദ്ദേഹത്തിന്റെ ബന്ധു സണ്ണിലോ ഈ ചടങ്ങിൽ പങ്കെടുക്കുമെന്നുള്ളത് ഏറ്റവും വലിയ ഒരു കാര്യമാണ്. എല്ലാവരോടും നന്ദി പറയുന്നു. ഈ അവാർഡ് തീർച്ചയായും എനിക്കൊരു അംഗീകാരമായി ഞാൻ കണക്കാക്കുന്നു. എന്റെ ജീവിതത്തിലെ ഒരു അനർഘ നിമിഷമായി ഞാൻ കണക്കാക്കുന്നു. ഓരോ അവാർഡുകൾ കിട്ടുമ്പോഴും അത് നമ്മളെ ഉത്തരവാദിത്തങ്ങൾ വർദ്ധിപ്പിക്കുകയാണ്. കൂടുതൽ കൂടുതൽ പൊതുജന സേവനത്തിനും നാടിന്റെ നന്മയ്ക്കും വേണ്ടി പ്രവർത്തിക്കാനുള്ള ഒരു കരുത്ത് നമുക്ക് ഇത്തരം അനുസ്മരണ ഇത്തരം അവാർഡുകളിൽ നിന്ന് നമുക്ക് ലഭിക്കും എന്ന് മാത്രം ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട് എന്റെ വാക്ക് നിർത്തുന്നു. നമസ്കാരം. ജയ്.